മോഡ്യൂൾ 3-ലെ നെക്സ്റ്റ് ടോപ്പിക്കാണ്. ഓൾമോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഷുവർ ക്വസ്റ്റ്യൻ നമുക്ക് പറയാൻ പറ്റുന്ന ടോപ്പിക്കാണ് സ്യൂഡോ പ്രൈംസ് ആൻഡ് കാമിഷൽ നമ്പേഴ്സ്. അപ്പോൾ ഈ രണ്ട് ടേംസ് ഒന്നുകിൽ രണ്ടും കൂടി ഒന്നിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം അതിൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ ഏതെങ്കിലും ഒന്ന് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവും. സോ ഫസ്റ്റ് വൺ ഈസ് സ്യൂഡോ പ്രൈം. അപ്പോൾ ഇത് രണ്ട് കാറ്റഗറി സ്യൂഡോ പ്രൈം എന്ന് പറയുന്നതും കാർമിഷൽ നമ്പേഴ്സ് എന്ന് പറയുന്നതും രണ്ടും കോമ്പോസിറ്റ് നമ്പേഴ്സാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പ്രൈമാലിറ്റി ടെസ്റ്റിംഗ് പഠിച്ചിരുന്നു, അതിനകത്ത് നമ്മൾ ഫെർമാറ്റിൻ്റെ പ്രൊമാലിറ്റി ടെസ്റ്റിംഗ് പഠിച്ചു. ഫെർമാറ്റ് ടെസ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടീഷനാണ് എഴുതിയിരിക്കുന്നത്. A⁻n-1 is congruent to 1 mod n. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ തന്നെയാണ് നമ്മളിവിടെ സ്യൂഡോ പ്രൈമിൻ്റെയും കാർമിഷൽ നമ്പേഴ്സിനെ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി സ്യൂഡോ പ്രൈം എന്ന് പറഞ്ഞാൽ ദേ ആർ കോമ്പോസിറ്റ് നമ്പേഴ്സ് ദാറ്റ് പാസ് ഫെർമാറ്റ് ടെസ്റ്റ് ഫോർ സം ബേസ് എ. അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ് വാല്യൂ ആണ്. സോ A⁻n-1 is congruent to 1 mod n കണ്ടീഷൻ ട്രൂ ആവുകയാണെങ്കിലാണ് നമ്മളിവിടെ പ്രൈം ആണോ അല്ലയോ എന്നുള്ളത് ഫെർമാറ്റ് ടെസ്റ്റിൽ ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതേ കണ്ടീഷൻ തന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി ഈ സ്യൂഡോ പ്രൈം എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്ന നമ്പേഴ്സ് എന്ന് വെച്ചാൽ ദേ ആർ കോമ്പോസിറ്റ് നമ്പേഴ്സ്. പക്ഷേ നമ്മളുടെ പ്രൈമാലിറ്റി ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ഫെർമാറ്റിൻ്റെ കണ്ടീഷൻ പാസ്സാവും ഫോർ സം ബേസ് എ. അപ്പോൾ ചില ബേസുകൾക്ക് മാത്രം ഈ കണ്ടീഷൻ പാസ്സാവുന്ന നമ്മളത് പ്രൈം ആണെന്നുള്ള രീതിയിലാണ് എടുക്കുക. പക്ഷേ ആക്ച്വലി ദാറ്റ് നമ്പർ ഈസ് എ കോമ്പോസിറ്റ്. അപ്പോൾ ചില കോമ്പോസിറ്റ് നമ്പേഴ്സാണ് അവർ പ്രൈമാലിറ്റി ടെസ്റ്റിങ്ങിലെ ഫെർമാറ്റിൻ്റെ ടെസ്റ്റിംഗ് കണ്ടീഷൻ പാസ്സാവും ഫോർ സം ബേസ് എ. അപ്പോൾ ചില ബേസുകൾക്ക് മാത്രമേ ഈ കണ്ടീഷൻ അവർ പാസ്സാവുള്ളൂ. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ മാത്രം അവർ ദേ അസ്യൂം ടു ബി ഫേക്ക് പ്രൈം. അപ്പോൾ അതിനാണ് സ്യൂഡോ പ്രൈംസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ പ്രോപ്പർട്ടി നമ്മൾ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ തന്നെ A⁻n-1 is congruent to 1 mod n. ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ബേസിനെങ്കിലും ഈ ഒരു കണ്ടീഷൻ ട്രൂ ആവുന്ന കേസുകളിൽ വരുന്ന കോമ്പോസിറ്റ് നമ്പേഴ്സിനെയാണ് നമ്മൾ സ്യൂഡോ പ്രൈംസ് പറയുന്നത്. സോ ദേ ആർ വീക്കർ ഇമ്പോസ്റ്റേഴ്സ്. ദാറ്റ് മീൻസ് അവരെന്താണ്, ചില ബേസുകൾ മാത്രമേ അവർക്ക് വർക്കൗട്ട് ആവുള്ളൂ, ചില ബേസുകൾക്ക് ഈ കണ്ടീഷൻ ഫോൾസ് ആയിട്ടായിരിക്കും വരിക. അപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ കണ്ടീഷനോടെ പറഞ്ഞാൽ 341 is equal to 11 into 31. അപ്പോൾ നമുക്കറിയാം ഇത് രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മീനിങ് എന്താണ്? ഇത് എന്തായാലും പ്രൈം നമ്പർ അല്ല. സോ ദിസ് ഇസ് എ കോമ്പോസിറ്റ് നമ്പർ. സോ ദിസ് ഇസ് എ സ്യൂഡോ പ്രൈം ടു ബേസ് 2. അപ്പോൾ ബേസ് 2 ഉപയോഗിച്ച് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇഫ് യു ട്രൈ ടു ടെസ്റ്റ് ഇറ്റ് വിത്ത് ബേസ് 2 raised to A-1 n-1 A raised to n-1. അപ്പോൾ n-1ൻ്റെ വാല്യൂ എന്താ? n is 340. So 2 raised to 341 minus 1 is 2 raised to 340 is congruent to 1 mod 341. അപ്പോൾ ഈ കണ്ടീഷൻ നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ട്രൂ ആയിട്ട് കിട്ടും. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് എ പ്രൈം. 341 നമുക്ക് ഇങ്ങനെയാണ് പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് എ പ്രൈം ആൻഡ് ഇറ്റ്സ് എ കോമ്പോസിറ്റ്. അപ്പോൾ അതൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഈ സ്യൂഡോ പ്രൈംസ് എപ്പോഴും എന്തായിരിക്കും? ദേ വിൽ ബി ഓൾവേസ് കോമ്പോസിറ്റ് വാല്യൂസ്. അത് കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്. പക്ഷേ പ്രൈമാലിറ്റി ടെസ്റ്റിങ്ങിൻ്റെ ആ ടെസ്റ്റിംഗ് കണ്ടീഷൻ ചില പർട്ടിക്കുലർ ബേസുകൾക്ക് മാത്രം അത് ട്രൂ ആവുന്നു അല്ലെങ്കിൽ പാസ് ആവുന്നു എന്നുള്ള പ്രോപ്പർട്ടി മാത്രമേ ഉള്ളൂ. ഇനി പല ബേസുകൾക്കും പല സ്യൂഡോ പ്രൈംസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ 341 എന്ന് പറഞ്ഞ സ്യൂഡോ പ്രൈം എക്സിസ്റ്റ് ഫോർ ബേസ് 2. ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു സ്യൂഡോ പ്രൈം നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും ചിലപ്പോൾ ഫോർ സം അനദർ ബേസ്. അപ്പോൾ പല സ്യൂഡോ പ്രൈംസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് പല ഡിഫറെൻറ്റ് ബേസസിന് വേണ്ടിയിട്ട്. ഇനി എല്ലാ സ്യൂഡോ പ്രൈംസും കാർമിഷൽ നമ്പേഴ്സ് അല്ല, പക്ഷേ നേരെ തിരിച്ച് നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ കാർമിഷൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ ദേ ആർ ഓൾസോ കോമ്പോസിറ്റ് നമ്പേഴ്സ്. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞാൽ എന്താ, ഈ സ്യൂഡോ പ്രൈംസ് ആണെങ്കിൽ അവർ ഫെർമാറ്റ് ടെസ്റ്റ് പാസ്സാവും ഫോർ സം ബേസ് എ. പക്ഷേ കാർമിഷൽ നമ്പേഴ്സിൻ്റെ കേസിൽ നമ്മുടെ ആ കണ്ടീഷന് കുറച്ചും കൂടി ചേഞ്ച് ഉണ്ട്. അവരും കോമ്പോസിറ്റ് നമ്പേഴ്സാണ്, അവരും ഫെർമാറ്റ് ടെസ്റ്റ് പാസ്സാവും. പക്ഷേ ഡിഫറൻസ് എന്താണ്? ഫോർ ഓൾ ബേസസ് കോപ്രൈം ടു ദം. അപ്പോൾ ഈ എന്നിനോടല്ല ടെസ്റ്റ് ചെയ്യുന്ന നമ്പറിനോട് കോപ്രൈം ആയിട്ടുള്ള എല്ലാ ബേസുകൾക്കും ഈ ടെസ്റ്റ് പാസ്സാവും. ഇവിടെ ഇപ്പോൾ ഒരു ഫോർ സം ബേസസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ചില ബേസുകൾക്ക് മാത്രമേ ഇവിടെ കണ്ടീഷൻ പാസ്സാവുള്ളൂ. പക്ഷേ ഇവിടെയാണെങ്കിൽ എന്നിനോട് കോപ്രൈം ആയിട്ടുള്ള എല്ലാ ബേസുകൾക്കും ഈ ടെസ്റ്റ് പാസ്സാവും. കണ്ടീഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പഴയത് തന്നെ, A⁻n-1 is congruent to 1 mod n. അത് തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ബാക്കി എന്താണെന്ന് നോക്കിയാൽ ഫോർ അറ്റ്ലീസ്റ്റ് 1 ബേസ് എ, അറ്റ്ലീസ്റ്റ് ഒരു ബേസിനെങ്കിലും ആണ് നമുക്കിവിടെ പാസ്സായി കിട്ടുമെന്ന് പറഞ്ഞത്. പക്ഷേ ഇവിടെയാണെങ്കിൽ എന്താണ്? ഫോർ എവറി ബേസ് എ വിത്ത് GCD of A, n equal to 1. അപ്പോൾ എയുടെയും എന്നിൻ്റെയും GCD 1 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? അവർ കോപ്രൈമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ എന്നിനോട് GCD 1 ആയിട്ടുള്ള ഏതെല്ലാം വാല്യൂസ് ഉണ്ടോ എയ്ക്ക്, ആ എയ്ക്കൊക്കെ ഈ കാർമിഷൽ നമ്പേഴ്സിൻ്റെ ടെസ്റ്റ് നമ്മൾ ചെയ്യുമ്പം പാസ്സായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് 2ന് മാത്രമേ പാസ്സാകുന്നുള്ളെങ്കിൽ ഇവിടെ ചിലപ്പം 2, 3, 5ക്ക് പാസ്സായി കിട്ടുന്നുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ ഒന്നിൽ കൂടുതൽ ബേസുകൾക്ക് നമുക്ക് കാർമിഷൽ നമ്പേഴ്സിന് ഫെർമാറ്റ് ടെസ്റ്റ് പാസ് ചെയ്യും. അപ്പോൾ ഏതെല്ലാം ബേസുകൾക്കാണ്? ഫോർ ഓൾ ബേസസ് കോപ്രൈം ടു ദം. അപ്പോൾ എന്നിനോട് കോപ്രൈം ആയിട്ടുള്ള ഏതെല്ലാം വാല്യൂസ് ഉണ്ടോ ആ ബേസുകൾക്കെല്ലാം ഫെർമാറ്റ് ടെസ്റ്റ് പാസ്സാവും ഇൻ ദ കേസ് ഓഫ് കാർമിഷൽ നമ്പേഴ്സ്. അപ്പോൾ കണ്ടീഷൻ രണ്ടിടത്തും സെയിം തന്നെയാണ്. പക്ഷേ ആ ഒരു ഡിഫറൻസ് ഇവിടെ ഫോർ അറ്റ്ലീസ്റ്റ് 1 ബേസ് എ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഫോർ എവറി ബേസ് എ വിത്ത് GCD of A_n equal to 1. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ചില ബേസുകളെ മാത്രമേ അവിടെ നമുക്ക് പാസ്സായി കിട്ടുള്ളൂ. സോ ദേ ഓൺലി ട്രിക്ക് സർട്ടൺ ബേസസ്. ഇവിടെയാണെങ്കിൽ എന്താണ്?
trick all bases. So hence they are called strong imposters. ഇനി എക്സാമ്പിൾ വാല്യൂ ഇത് രണ്ടിൻ്റെ കേസിൽ ഓരോ എക്സാമ്പിൾസ് എങ്കിലും അറിഞ്ഞിരിക്കുക. ഒരു 2 മാർക്കിനോ അല്ല 3 മാർക്കിനോ അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാനായിട്ട്. അപ്പോൾ കാർമിഷ്യൽ നമ്പേഴ്സിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ 561 നമുക്കിവിടെ ഫാക്ടറൈസ് ചെയ്തേക്കുന്നതാണ് കാണുന്നത് 3 × 11 × 17. അപ്പോൾ ഇങ്ങനെ 3 പ്രൈം ഫാക്ടേഴ്സ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. വി ക്യാൻ സീ ദാറ്റ് ദിസ് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. കോമ്പോസിറ്റ് നമ്പറും ആണ്, ദാറ്റ് ഇസ് എ കാർമിഷ്യൽ നമ്പറും ആണ്. കാർമിഷ്യൽ നമ്പർ ആണെന്ന് എങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യാൻ നമ്മൾ നോക്കാം. സോ ദിസ് ഈസ് ഓൾവേസ് എ കോമ്പോസിറ്റ് വാല്യൂ. അപ്പോൾ സ്യൂഡോ പ്രൈംസ് ആണെങ്കിലും കാർമിഷ്യൽ നമ്പേഴ്സ് ആണെങ്കിലും രണ്ടും എപ്പോഴും എന്തായിരിക്കും, കോമ്പോസിറ്റ് വാല്യൂസ് ആയിരിക്കും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു പല ബേസുകൾക്ക് പല സ്യൂഡോ പ്രൈംസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ കാർമിഷ്യൽ നമ്പേഴ്സിൻ്റെ കേസിൽ നമുക്ക് അത്ര അധികം നമ്പേഴ്സ് ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ദേ ആർ റെയറർ. കുറച്ചെണ്ണമേ നമുക്ക് കാർമിഷ്യൽ നമ്പേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഈ പ്രോപ്പർട്ടി ഞാൻ ഫസ്റ്റ് പറഞ്ഞത് നോട്ട് ഓൾ സ്യൂഡോ പ്രൈംസ് ആർ കാർമിഷ്യൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ സ്യൂഡോ പ്രൈംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുറച്ച് ബേസുകൾക്ക് മാത്രം ടെസ്റ്റ് പാസ്സാവും. കാർമിഷ്യൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാലോ കുറച്ചധികം ബേസുകൾക്ക് പാസ്സാവും. അതായത് GCD 1 ആവുന്ന ഏതെല്ലാം ബേസുകളുണ്ടോ അതിനെല്ലാം ടെസ്റ്റ് പാസ്സാവും. അപ്പോൾ അതുകൊണ്ട് സ്യൂഡോ പ്രൈംസ് ആണെങ്കിൽ കുറച്ചെണ്ണത്തിലേ പാസ്സാവുള്ളൂ. അതുകൊണ്ടാണ് എല്ലാ സ്യൂഡോ പ്രൈംസും കാർമിഷ്യൽ നമ്പേഴ്സ് അല്ലാത്തത്. പക്ഷെ നേരെ തിരിച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്തായി, ഇപ്പോൾ 2, 3, 5 പാസ്സാവും എങ്കിൽ അത് 2 പാസ്സായല്ലോ. സോ എവരി കാർമിഷ്യൽ നമ്പർ ഈസ് എ സ്യൂഡോ പ്രൈം. അപ്പോൾ കാർമിഷ്യൽ നമ്പേഴ്സ് എല്ലാം സ്യൂഡോ പ്രൈംസ് ആണ്. പക്ഷേ സ്യൂഡോ പ്രൈംസ് എല്ലാം കാർമിഷ്യൽ നമ്പേഴ്സ് അല്ല. ബിക്കോസ് സ്യൂഡോ പ്രൈം ആണെങ്കിൽ കുറച്ച് കണ്ടീഷൻ നോക്കിയാൽ മതി, അല്ലെങ്കിൽ കുറച്ച് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയാൽ മതി. കാർമിഷ്യൽ നമ്പേഴ്സ് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ആവുള്ളൂ. സോ സ്യൂഡോ പ്രൈംസ് ആർ ഫേക്ക് പ്രൈംസ് ഫോർ സം ബേസസ്. കാർമിഷ്യൽ നമ്പേഴ്സ് ആണെങ്കിൽ എന്താണ്, ഫോർ ഓൾ ബേസസ്. അപ്പോൾ എല്ലാ ബേസുകൾക്കും നമ്മളെ ഫേക്കായിട്ട് പ്രൈം ആണെന്നുള്ള രീതിയിൽ നമുക്ക് ടെസ്റ്റ് ക്ലിയർ ചെയ്ത് തരാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് കാർമിഷ്യൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഈ കാർമിഷ്യലിൻ്റെ എക്സാമ്പിൾ നമുക്ക് ഈ 561 എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക എന്നുള്ളത് നോക്കാം. 561 എന്തുകൊണ്ടാണ് നമുക്ക് കാർമിഷ്യൽ നമ്പർ എന്ന് പറയാൻ പറ്റും. നമുക്ക് പറഞ്ഞാൽ നമുക്ക് വി ക്യാൻ ഫൈൻഡ് എ ഫാക്ടറൈസേഷൻ. 561 നമുക്ക് 3 × 11 × 17 എഴുതാൻ പറ്റും. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ്. ഇപ്പോൾ പ്രൈം നമ്പർ ആണ്, നമുക്ക് അതിന് ഫാക്ടേഴ്സ് വേറെ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. ഇനി ഒരു നമ്പർ കാർമിഷ്യൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ക്രൈറ്റീരിയ ആണ് നെക്സ്റ്റ് പറയുന്നത്, കോസൽസ് ക്രൈറ്റീരിയ. അപ്പോൾ ഈ ക്രൈറ്റീരിയയിൽ 2 കണ്ടീഷനാണ് നോക്കേണ്ടത്. സ്ക്വയർ ഫ്രീ ആണോ എന്ന് നോക്കുക. സെക്കൻഡ് കണ്ടീഷൻ, ഫോർ എവരി പ്രൈം ഡിവൈസർ p-1 ഡിവൈഡ്സ് n-1. സ്ക്വയർ ഫ്രീ ആണോ എന്ന് നോക്കാൻ പറഞ്ഞാൽ മീനിങ് എന്താ, നമുക്കിവിടെ ഫാക്ടേഴ്സ് കിട്ടിയിരിക്കുന്നത് 3 × 11 × 17 ആണ്. ഇത് സ്ക്വയർ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇതിൽ ഈ നമ്പേഴ്സൊക്കെ ഇതിൽ ഫാക്ടേഴ്സൊക്കെ 2 ടൈംസ് വരണം അല്ലേ. അപ്പോൾ പ്രൈം ഫാക്ടേഴ്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ 3 × 3 ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് സ്ക്വയർ ഉണ്ടെന്ന് പറയാൻ പറ്റും. അതുപോലെ 11 × 11 അല്ലെ 17 × 7 അങ്ങനെ നമുക്കിവിടെ വന്നിട്ടില്ല. സോ നോ പ്രൈം ഫാക്ടർ റിപ്പീറ്റ്സ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് സ്ക്വയർ ഫ്രീ. ഈ നെക്സ്റ്റ് പറയുന്നത് ഒരു ഡിവിസിബിലിറ്റി കണ്ടീഷനാണ്. ഫോർ എവരി പ്രൈം ഡിവൈസർ p. അപ്പോൾ ഇതിൻ്റെ പ്രൈം ഡിവൈസേഴ്സ് ആണ് ഇതൊക്കെ 3ഉം 11ഉം 17ഉം. അപ്പോൾ ഓരോ പിക്കും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കണ്ടീഷൻ എന്താണ്, p-1 ഡിവൈഡ്സ് n-1. അപ്പോൾ n-ൻ്റെ വാല്യൂ 561 ആണ്. സോ n-1 = 560. അപ്പോൾ പിയുടെ 3 കേസുകൾ നമ്മൾ പറഞ്ഞു. p = 3 വരാം, p = 11 വരാം, p = 17 വരാം. അതാണ് ഈ 3 കേസുകൾ കാണിച്ചിരിക്കുന്നത്. p = 3 വരുന്ന കേസിൽ p-1 = 2, p = 11 വരുമ്പോൾ p-1 = 10, p = 17 വരുമ്പോൾ p-1 = 60. നമ്മൾ ഡിവിസിബിലിറ്റി കണ്ടീഷൻ എന്താ നോക്കണ്ടേ, p-1 ഡിവൈഡ്സ് n-1. അതായത് n-1നെ p-1 ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് എ കാർമിഷ്യൽ നമ്പർ. അപ്പോൾ ഇവിടെ n-1 എന്ന് പറഞ്ഞാൽ എന്താണ്, 560 ആണ്. 560നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, പറ്റും, എളുപ്പം പറ്റും. അതുപോലെ തന്നെ 560 നമുക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 560നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കണ്ടീഷൻ എല്ലാം നമുക്ക് ട്രൂ ആയിട്ട് കിട്ടി. സ്ക്വയർ ഫ്രീ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി, പ്രൈം ഫാക്ടേഴ്സിൻ്റെ റെപ്പിറ്റേഷൻ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആണ്. സോ ദാറ്റ് മീൻസ് 561 ഈസ് എ കാർമിഷ്യൽ നമ്പർ. അപ്പോൾ കാർമിഷ്യൽ നമ്പർ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് എളുപ്പം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രൈറ്റീരിയ ആണ് ഈ പറഞ്ഞിരിക്കുന്ന കോഴ്സൽസ് ക്രൈറ്റീരിയ.